ഹായ് ഗായ്സ്, നമ്മൾ ഉണ്ടാക്കുന്നത് ചേമ്പ് തേങ്ങ അരച്ച് വെച്ച കറിയാണ്. ഇത് ഉച്ചയോണ്ട് കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നാടൻ വിഭവമാണ്. ചേമ്പ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകുക. അതായത് ചെറിയ ചേമ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു ചട്ടിയിലാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പം ചട്ടിയിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പ് ചെറിയ കഷ്ണങ്ങൾ, ചെറിയ ചേമ്പായതുകൊണ്ട് തന്നെ നടുക്കഷ്ണങ്ങളാക്കി ഇടുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്നും ആക്കുന്നില്ല. അത്യാവശ്യം ഒരു പീസ്, കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് നമ്മൾ മുറിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാ ചേമ്പിൻ്റെ കഷ്ണങ്ങളും ഇതുപോലെ മുറിച്ച് ചട്ടിയിലിടുന്നുണ്ട്. ഒരു നാടൻ ഐറ്റമാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത്. ചേമ്പ് ഇനി ചേമ്പ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഒരു 2, 3, 4 പ്രാവശ്യമൊക്കെ വാഷ് ചെയ്യുക. കാരണം അതിലൊരു ചിലപ്പോൾ ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ചട്ടി അടുപ്പിലേക്ക് ഗ്യാസിലേക്ക് വയ്ക്കാം. അടുപ്പത്ത് വയ്ക്കാം. സിമ്മിലൊന്നും വേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാവുന്നതാണ്. കാരണം ഇത് ആദ്യം ഒന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം ആ ചൂടുകളൊന്ന് ഒഴിവാക്കാനുണ്ട്. പിന്നെ നമുക്ക് അടുത്ത വേണ്ട അതിന് വേണ്ടി പുളി, ഇതിലേക്ക് പുളി നമ്മൾ ആഡ് ചെയ്യണം. പുളി അല്ലെങ്കിൽ തക്കാളിയാണ്, നമ്മളിവിടെ പുളിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം പുളി കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വയ്ക്കുക. അത് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചൂടുവെള്ളം ഒഴിക്കും. ഈ ഒരു പ്രാവശ്യം തിളച്ചത് ആ വെള്ളം നമ്മൾ കളഞ്ഞതിന് ശേഷം വീണ്ടും അടുപ്പത്തേക്ക് വെക്കുകയാണ്. എന്നിട്ട് ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് നമ്മളിടുന്നത്. 1 ടീസ്പൂൺ. അത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇടാം. മുളക് പൊടി 1 ടീസ്പൂണാണ് ഇവിടെ ഇട്ടേക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഉപ്പിടുന്നില്ല. ഇതൊന്ന് തിളച്ച് വെന്ത് വന്നതിന് ശേഷമാണ്, തള വന്നതിന് ശേഷമാണ്, നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പിടുന്നത്. ഓക്കെ, നന്നായിട്ട് ഇളക്കി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് അതിൽ മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ച് വയ്ക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ജസ്റ്റ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ട് വേവണം. അതായത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഞെക്കിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. അപ്പോഴേ അത് വെന്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, കണ്ടോ, ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ടുണ്ട്. ഇനി നമ്മൾ ഏകദേശം തിളച്ചു. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്ന ആവശ്യത്തിന്. ഇനി വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരവുക. കുറച്ച് തേങ്ങ മതി. നിങ്ങൾക്ക് ഒരുപാട് തേങ്ങ ഇങ്ങനെ ഭയങ്കര കട്ട് ചെയ്യുമ്പോൾ, അതുകൊണ്ട് കുറച്ച് തേങ്ങ മതി. പിന്നെ കുറച്ച് 4 ഉള്ളി എടുക്കുക, ചെറിയ ഉള്ളി. എന്നിട്ട് അത് നന്നാക്കിയിട്ട് അതും എടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് നല്ല ജീരകമാണ്. കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് അരപ്പിലേക്കുള്ളതാണ് കേട്ടോ. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് നമ്മളത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, ഇനി അതൊന്ന് ഞെക്കി നോക്കുക. അതായത് ഞെക്കി നോക്കുമ്പം അത് ഇതുപോലെ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു പരിവായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുളിയാണ്. പുളി പിഴിയുക. ഓക്കെ, പുളി പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ആ വെള്ളം കുറച്ച് നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നുള്ളൂ. അതായത് അതിൻ്റെ ഒരു ചൊറിച്ചിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം വന്നിട്ട് ഈ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ചിരവി വെച്ച തേങ്ങയും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകം കൂടെ നമ്മൾ മിക്സിയിലിട്ട് അതൊന്ന് അരച്ചെടുത്തു നമ്മൾ. ഇനി ഈ അരപ്പ് നമ്മൾ നേരെ കറിയിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. തിളച്ച് വന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ചുള്ളതൊക്കെ ബാക്കി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് വീണ്ടും ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കി വന്ന്, അതായത് ജാറിൽ കുറച്ചും കൂടെയൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ അരപ്പ്, അതും കൂടി നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമ്മളുടെ കറിയാവും. ഇനി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വറവിടണം. ഓക്കെ, ഇപ്പം തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പം നന്നായിട്ട് ഇളക്കി നോക്കുക.
വെന്തിട്ടില്ലേന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. വെന്താൽ മാത്രം. പിന്നെ ടേസ്റ്റൊക്കെ നോക്കുക, ഉപ്പുണ്ടോ മുളകുണ്ടോ എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്യണമല്ലോ. അതൊക്കെ ചെയ്യുന്നു. അതിന് ശേഷം ഇനി നമുക്ക് വറവിടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കടുകും ഉലുവയും നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമ്മൾ കടുക് പൊട്ടിച്ചിടുക. കടുക് പൊട്ടിക്കുന്നു. ഇനി അതിലേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉലുവ കുറച്ച് ആഡ് ചെയ്യുന്നു. ഈ പാകത്തിന് വേണ്ടി മാത്രം മതി. ഇവിടെ നന്നായിട്ട് കറി തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഈ വറവ് ഒഴിക്കുക. ഇതാണ് നമ്മളുടെ കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. വറവെല്ലാം ഒഴിച്ചതിന് ശേഷം കറി നമ്മൾ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്താലും ചെറുതായിട്ടും തിളയ്ക്കും. നമ്മുടെ ചേമ്പ് കറി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.